നമസ്കാരം. ഒരു തമാശ പറയട്ടെ. തമാശയാണ് കേട്ടോ. നമ്മുടെ ഭാരതത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമോ എന്നറിയില്ല, പക്ഷേ കുറേ കാലമായി മിസ്സിംഗ് ആയിരുന്ന അദ്ദേഹം ഇപ്പോൾ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടല്ലോ, അതുണ്ടായതോടുകൂടി പൊതുരംഗത്തേക്ക് വീണ്ടും സജീവമായി വന്നിരിക്കുകയാണ്. ഗതികേടാണ്. ഒരു രാജ്യത്തിൻ്റെ ഇത്രയും വലിയൊരു ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ ഒരു ജൻസി പ്രക്ഷോഭം ഉണ്ടാകേണ്ടി വന്നു, സ്വന്തം ശബ്ദം രാജ്യത്ത് കേൾപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ രാജ്യത്തുള്ള ജനങ്ങൾ കേൾക്കാൻ വേണ്ടി. അതവിടെ നിൽക്കട്ടെ, ഇതൊന്നുമല്ല നമുക്ക് സംസാരിക്കാനുള്ള വിഷയം വേറെയാണ്. ഇന്ന് ഈ പറയുന്ന രാഹുൽ ഗാന്ധി എന്ന നമ്മുടെ പപ്പുമോനെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു സ്റ്റോറി പങ്കുവച്ചിരുന്നു. ആ സ്റ്റോറി ഇങ്ങനെയാണ്: സ്റ്റുഡൻസ്, ജെൻസി ആസ്ക് മീ എനിത്തിങ് ആൻഡ് ഐ വിൽ റിപ്ലൈ ടു ആസ് മെനി ക്വസ്റ്റ്യൻസ്. ഒന്നുകൂടി വ്യക്തമാക്കി മലയാളീകരിച്ചു പറഞ്ഞു തരാം. എൻ്റെ ജെൻസി തലമുറയിലെ സുഹൃത്തുക്കളെ, നിങ്ങൾ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കൂ, കഴിയുന്നത്ര ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ തരാം. സ്വാഭാവികമായും ചോദ്യം ചോദിക്കാൻ പറയുമ്പോൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണമല്ലോ. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് ജെൻസി വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മാത്രമല്ല, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെയും ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ചോദ്യങ്ങൾ ഞങ്ങൾക്കുമുണ്ട് ചോദിക്കാൻ. അതിനു മുന്നേ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് പറഞ്ഞാൽ, രാഹുൽ ഗാന്ധിക്ക് തന്നെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമില്ല എന്നുള്ളതാണ്. അതും കോൺഗ്രസിനുള്ളിലെ പല ചോദ്യങ്ങൾക്കും. നമ്മുടെ കേരളത്തിലൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ പോലും രാഹുലിൻ്റെ ഉത്തരം മതിയായില്ല ആ നേതാക്കന്മാർക്ക്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുടെയും അവസ്ഥ അതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി ജെൻസി കുട്ടികളോട്, പുതിയ തലമുറയിലെ കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കൂ, ഞാൻ എത്ര വേണമെങ്കിലും ഉത്തരം പറയാമെന്ന് വളരെ സുതാര്യമായി പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യം നമ്പർ 1, ഈ നാഷണൽ ഹെറാൾഡ് കേസില്ലേ, അത് ഏതുവരെയായി രാഹുലേ? മുഖ്യതൊക്കെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചു? ഇടയ്ക്കിടയ്ക്ക് വിദേശ സന്ദർശനം എന്നും പറഞ്ഞ് ഇറ്റലിക്ക് പോകുന്നത് ശരിക്കും എങ്ങോട്ടാ? പാകിസ്ഥാനികൾക്ക് ഇന്ത്യ എത്ര കോടിക്കാണ് ഒറ്റിക്കൊടുത്തത്? ചോദ്യങ്ങൾ തീർന്നിട്ടില്ല. പപ്പുമോനോട് ഇനിയും ഇത്തരത്തിൽ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ ഇന്ത്യൻ സമൂഹത്തിന് ചോദിക്കാനുണ്ട്. ഇനി അത് പുതുതലമുറയിലെ വിദ്യാർത്ഥികൾ തന്നെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവരും ചോദിക്കും. മറുപടി പറയാനുള്ള തൻ്റെ ഇടമുണ്ടെങ്കിൽ വേണം ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമായി രംഗത്ത് വരാൻ. രാഹുൽ 10-12 വർഷം ഇന്ത്യയിൽ കിടന്ന് മുക്കുകൊണ്ട് ക്ഷത്രജ്ഞ വരച്ചിട്ടും നരേന്ദ്രമോദി എന്ന മനുഷ്യന്റെ രോമത്തിൽ പോലും തൊടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും ആ മനുഷ്യനെ ഒന്ന് താഴെ ഇറക്കണം, അല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരം കൊണ്ടുവരണം എന്ന് കരുതി നേർച്ചയും കാഴ്ചയുമായി അറ്റുനോറ്റിരിക്കുമ്പോഴാണ് ജന്തർ മന്ദറിൽ ഒരു പ്രക്ഷോഭം ഉണ്ടാകുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി വെച്ചുപിടിച്ചതാണ് പ്രധാനമന്ത്രിയുടെ വസതിയുടെ സമീപത്തേക്ക് സമരം ചെയ്യുന്ന വേദികളിലേക്ക്. സത്യം പറയാമല്ലോ, അന്ന് മുതലാണ് ഇന്ത്യക്കൊരു പ്രതിപക്ഷ നേതാവുണ്ട് എന്ന് ഞങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞത്. അപ്പോൾ പൊതുജനം എന്ത് ചോദ്യം ചോദിച്ചാലും ഉത്തരം പറയാൻ തയ്യാറായിരിക്കുന്ന ഈ രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ പപ്പുമോനോട് ആദ്യം നമ്മൾ ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള വാസ്തവം എന്താണെന്ന് നമുക്ക് തന്നെ ഒന്ന് പരിശോധിക്കാം. കാരണം ഇത്തരം ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ ചോദ്യം ചോദിക്കൂ എന്ന് പറയുന്നവർക്ക് പോലും ഉത്തരമുണ്ടാകില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അഴിമതി ആരോപണങ്ങൾ പുതുമയുള്ളതല്ല. എന്നാൽ രാജ്യത്തെ ഏറ്റവും പഴക്കമേറിയ രാഷ്ട്രീയ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തെ തന്നെ നേരിട്ട് സ്പർശിച്ച കേസുകളിലൊന്നാണ് നാഷണൽ ഹെറാൾഡ് കേസ്. ഒരു പത്രത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ആരംഭിച്ച ഈ വിവാദം പിന്നീട് കമ്പനി നിയമം, സ്വത്ത് കൈമാറ്റം, സാമ്പത്തിക ക്രമക്കേട്, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് വളർന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ രാഷ്ട്രീയ വിവാദം എന്നതിലുപരി ദേശീയതലത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട നിയമ രാഷ്ട്രീയ കേസായി മാറി. കൃത്യമായി പറഞ്ഞാൽ 1938 ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് ആണ് നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിച്ചിരുന്നത്. സ്വാതന്ത്ര്യ സമരകാലത്ത് കോൺഗ്രസിന്റെ ആശയ പ്രചരണത്തിന് പ്രധാന വേദിയായിരുന്ന ഈ പ്രസിദ്ധീകരണം പിന്നീട് സാമ്പത്തിക പ്രതിസന്ധിയിലായി. വർഷങ്ങളോളം പ്രസിദ്ധീകരണം നിലച്ചതോടെ കമ്പനിയുടെ കടബാധ്യതയും വർദ്ധിച്ചു. ഇതിനിടെയാണ് കോൺഗ്രസ് നൽകിയതായി പറയപ്പെടുന്ന വായ്പയും തുടർന്ന് യങ് ഇന്ത്യൻ എന്ന കമ്പനിയുടെ രൂപീകരണവും വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. 2012 BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ഈ വിഷയം വെച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചത്. കേസ് ദേശീയ ശ്രദ്ധ നേടിയതോടെ അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം ഇതായിരുന്നു: കോൺഗ്രസ് നൽകിയിരുന്ന ഏകദേശം 90 കോടി രൂപയുടെ വായ്പ വെറും 50 ലക്ഷം രൂപയ്ക്ക് യങ് ഇന്ത്യൻ ഏറ്റെടുത്തു. തുടർന്ന് AJLന്റെ നിയന്ത്രണം യങ് ഇന്ത്യയിലേക്ക് മാറുകയും അതുവഴി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിലപിടിപ്പുള്ള സ്വത്തുക്കളുടെ നിയന്ത്രണവും ആ കമ്പനിക്ക് എന്ന് പറയുമ്പോൾ ആ സ്വകാര്യ കമ്പനിക്ക് ലഭിക്കുകയും ചെയ്തു. ഈ യങ് ഇന്ത്യൻ കമ്പനിയിലെ ഭൂരിഭാഗം ഓഹരികളും ആരുടെ പേരിലായിരുന്നു എന്ന് ചോദിച്ചാൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണ് ഇത് കൈവശം വച്ചിരുന്നു എന്നതാണ് രേഖകൾ പോലും പറയുന്നത്. അതുകൊണ്ടാണ് ഇരുവരുടെയും പേരിൽ ആ കേസുകൾ പ്രധാനമായും ഉയർന്നു വന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആകെ 2 ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ രാഹുലിന് ഉത്തരങ്ങളില്ല. അപ്പോൾ ബാക്കി കൂടി ചോദിച്ചാലോ?
വെല്ലുവിളിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ പൊതുമധ്യത്തിൽ വന്നു നിന്ന് അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിൽ വന്നു നിന്ന് വെല്ലുവിളിക്കുമ്പോൾ സ്വന്തം കൈകൾ ശുദ്ധമാണോ എന്ന് ഒരിക്കൽ കൂടി പരിശോധിച്ചില്ല എങ്കിൽ, സ്വന്തം തണ്ടലിന് അതിന് വേണ്ട ബലമുണ്ടോ എന്ന് പരിശോധിച്ചില്ല എങ്കിൽ പപ്പുമോന് തെറ്റുപറ്റും, വലിയ തെറ്റുപറ്റും. മുൻ കോൺഗ്രസ് നേതാക്കളായ മോത്തിലാൽ വോറ, ഓസ്കർ ഫെർണാണ്ടസ്, സാം പിത്രോദ, സുമൻ ദുബൈ എന്നിവരുടെ പേരുകളും വിവിധ ഘട്ടങ്ങളിൽ കേസിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആദ്യം കോടതി നടപടികൾ ആരംഭിക്കുകയും പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അന്വേഷണം ആരംഭിക്കുകയും ചെയ്ത ഒരു കേസാണിത്. ഡൽഹിയിലടക്കം വിവിധ സ്ഥലങ്ങളിൽ റെയ്ഡുകൾ നടന്നു. സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഇഡി പല മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. യങ് ഇന്ത്യനും AJLനും ബന്ധപ്പെട്ട രേഖകൾ അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു. പിന്നീട് ചില സ്വത്തുക്കൾ താൽക്കാലികമായി അറ്റാച്ച് ചെയ്തതായും ഇഡി അറിയിക്കുന്നതുവരെ കാര്യങ്ങളെത്തി. ഈ നടപടികൾ രാജ്യവ്യാപക രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ച സംഭവങ്ങളാണ്. അതേസമയം കോൺഗ്രസ് തുടക്കം മുതൽ തന്നെ എല്ലാ ആരോപണങ്ങളെയും നിഷേധിച്ചു. അത് സ്വാഭാവികമാണല്ലോ. പിന്നീട് ഏത് കേസ് വന്നാലും എതിർ പാർട്ടിയെ ചൂണ്ടി അവരുടെ ഒരു രാഷ്ട്രീയ നാടകമാണെന്ന്, രാഷ്ട്രീയ തന്ത്രമാണെന്ന്, അല്ലെങ്കിൽ ഗൂഢാലോചനയാണ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു നാട്ടുനടപ്പ്. ഈ രീതിക്ക് തന്നെയാണ് പിന്നീട് കോൺഗ്രസ്സുകാരും പോയത്. അതായത് ഈ കേസിന് പിന്നിൽ രാഷ്ട്രീയ പ്രതികാരമാണ് എന്നാണ് പാർട്ടി സ്വീകരിച്ച നിലപാട്. യങ് ഇന്ത്യൻ ഒരു ലാഭേച്ഛയില്ലാത്ത കമ്പനിയാണെന്നും അതിലൂടെ ആരും വ്യക്തിപരമായ സാമ്പത്തിക നേട്ടം കൈവരിച്ചിട്ടില്ല എന്നുമാണ് കോൺഗ്രസ് വാദിക്കുന്നത്. AJLന്റെ ചരിത്രപരമായ സ്ഥാപനത്തെയും അതിന്റെ സ്വത്തുക്കളെയും സംരക്ഷിക്കാനാണ് ഈ നടപടികൾ സ്വീകരിച്ചതെന്നും പാർട്ടി പറയുന്നുണ്ട്. അതായത് അതൊരു രക്ഷിക്കൽ മാത്രമായിരുന്നു, ഇല്ലാതെ സാമ്പത്തികമായ ഒരു ലാഭേച്ഛയും ഇല്ലാത്ത ഒരു സന്നദ്ധ പ്രവർത്തനം, അങ്ങനെ വേണമെങ്കിൽ നമുക്കതിനെ പറയാം, അല്ലേ? അതിനാൽ ഇഡിയുടെ നടപടികൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് കോൺഗ്രസിന്റെ എക്കാലത്തെയും ആരോപണം. മറുവശത്ത് അന്വേഷണ ഏജൻസികളും പരാതിക്കാരും ഉന്നയിക്കുന്നത് വേറിട്ട അതിശക്തമായ വാദമാണ്. അതായത് പൊതുപ്രയോജനത്തിനായി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനത്തിന്റെ നിയന്ത്രണം വളരെ ചെറിയ തുകയ്ക്ക് മറ്റൊരു കമ്പനിക്ക് കൈമാറിയത് നിയമപരമായും സാമ്പത്തികമായും പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ് എന്നാണ് പൊതുജനം എല്ലായ്പ്പോഴും വാദിച്ചത്. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വത്തുക്കളുടെ നിയന്ത്രണം എങ്ങനെ കൈമാറപ്പെട്ടു എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഇപ്പോഴും ലഭിക്കേണ്ടതുണ്ട്. ഈ ചോദ്യത്തിന് പോലും രാഹുൽ ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഓർക്കണം. അപ്പോഴാണ് രാഹുലിനോട് എത്ര ചോദ്യം ചോദിച്ചാലും മറുപടി പറയാൻ തയ്യാറായി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് പങ്കുവയ്ക്കുന്നത്. നാഷണൽ ഹെറാൾഡ് കേസിന്റെ അന്തിമ വിധി ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ അന്വേഷണം വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. അതിൽ ആരൊക്കെ പ്രതി ചേർക്കപ്പെടും, ആരൊക്കെ അകത്തു പോകുമെന്നത് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. മറുവശത്ത് BJP തങ്ങളുടെ രാഷ്ട്രീയ വിപുലീകരണം ഈ അവസരങ്ങളിലൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ 2014-നും 2019-നും ശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ പാർട്ടി നേടിയ തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ, സംഘടനാ ശൃംഖലയുടെ വ്യാപ്തി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ ജനപ്രീതി എന്നിവ BJPയുടെ പ്രധാന ശക്തികളായി മാറി. വികസനം, ക്ഷേമ പദ്ധതികൾ, അടിസ്ഥാന സൗകര്യ വികസനം, ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായ തുടങ്ങിയ വിഷയങ്ങളാണ് BJP പ്രധാനമായും എല്ലായ്പ്പോഴും പ്രാധാന്യം നൽകി അവതരിപ്പിച്ചത്. കോൺഗ്രസിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി BJPയെ വിമർശിക്കുന്നതിലല്ല, ജനങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരു ബദൽ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതിലാണ്. വെറും സർക്കാരിനെ എതിർക്കുന്നത് കൊണ്ട് മാത്രം ജനപിന്തുണ ലഭിക്കില്ല. വിശ്വാസ്യത, സംഘടനാ ശക്തി, തുടർച്ചയായ ജനസമ്പർക്കം, സംസ്ഥാനങ്ങളിലെ ശക്തമായ നേതൃത്വം, ഒപ്പം ബദൽ മാതൃകകൾ അവതരിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ശക്തമായ ആരോപണങ്ങൾക്കപ്പുറം തെളിവുകൾ നിരത്താനുള്ള കഴിവ്, ഇതൊക്കെ നിർണായകമാണ്. ഇതിനൊക്കെ രാഹുലിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ചുക്കിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ ദേശീയ തലത്തിൽ കോൺഗ്രസ് നേരിട്ട തിരിച്ചടികൾ ഈ യാഥാർത്ഥ്യം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ജനാധിപത്യത്തിൽ ശക്തമായ ഭരണകക്ഷി എത്ര പ്രധാനമാണോ അത്ര തന്നെ ശക്തമായ പ്രതിപക്ഷവും ആവശ്യമാണ്. പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ചോദ്യങ്ങൾ ക്ഷണിക്കുന്നതിൽ അവസാനിക്കുന്ന ഒന്നല്ല. ജനങ്ങൾ ഉയർത്തുന്ന പ്രയാസമുള്ള ചോദ്യങ്ങൾക്കും വ്യക്തമായ രാഷ്ട്രീയ മറുപടി നൽകുന്നതിലാണ് അതിന്റെ പ്രസക്തി. ഇനി രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രകൾ, ഇതും ഒരു വലിയ സംഭവമാണ് കേട്ടോ. രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രകൾ വർഷങ്ങളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സ്ഥിരം ചർച്ചാ വിഷയമാണ്. പാർലമെന്റ് സമ്മേളനങ്ങളുടെയോ നിർണായക രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെയോ സമയത്ത് അദ്ദേഹം വിദേശത്തേക്ക് പോകാറുണ്ട് എന്നുള്ള ആരോപണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എതിരാളികളും ഒക്കെ പല പ്രാവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രകളും രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതേസമയം ഈ യാത്രകളെക്കുറിച്ച് കോൺഗ്രസ് നൽകുന്ന വിശദീകരണം വളരെ വ്യത്യസ്തമാണ്. ചില യാത്രകൾ സ്വകാര്യ സന്ദർശനങ്ങളാണ്, ചിലത് സർവകലാശാല പ്രഭാഷണങ്ങൾക്ക് വേണ്ടിയാണ്, ചിലത് അന്താരാഷ്ട്ര സമ്മേളനങ്ങൾക്ക് വേണ്ടി, വിവിധ സംഘടനകളുടെ ക്ഷണം കൊണ്ട്. ഇങ്ങനെയൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രകൾ. എന്നാൽ കൃത്യമായി അതിനൊരു കാരണം പറയാൻ ഇതുവരെയും കോൺഗ്രസ് നേതൃത്വത്തിനോ രാഹുൽ ഗാന്ധിയോ കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു വാസ്തവം.
വിദേശ നയത്തെയും ജനാധിപത്യത്തെയും കുറിച്ചുള്ള പ്രഭാഷണങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് എന്നത് ഒരു കോൺഗ്രസിന്റെ സ്ഥിരം വാദവുമാണ്. ഇതിനിടെ ഈ വിദേശയാത്രകളെ ചുറ്റിപ്പറ്റി വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളും സമൂഹ മാധ്യമ പ്രചരണങ്ങളും ഉയർന്നിട്ടുണ്ട്. എന്നാൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായോ നിയമവിരുദ്ധ ഇടപാടുകളുമായോ ഈ യാത്രകളെ ബന്ധിപ്പിക്കുന്ന ആരോപണങ്ങൾ പോലും ഉണ്ടായി എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം.